തെങ്ങിന്റെ മണ്ടയ്ക്ക് ഇത്രയും ആരാധകരുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. രണ്ടാമതൊരു അവസരം കൂടെ കിട്ടി ഇത് കഴിക്കാനായിട്ട്. തെങ്കാശിക്ക് അടുത്തായിട്ടുള്ള തോരണമലയിലെ മുരുകൻ ക്ഷേത്രത്തിൽ വന്നതാണ്. തിരിച്ചു പോണ വഴിക്ക് തെങ്ങിന്റെ മണ്ടയെ വീണ്ടും പിടികൂടി. ഇത്തവണ ആഗ്രഹം തീർക്കാനായിട്ട് ഒന്നല്ല 2 വാങ്ങിച്ച് കഴിച്ചു. ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഹെവിയാണ്. അതിപ്പോൾ തെങ്ങിന്റെ മണ്ട എന്നല്ല, തെങ്ങിന്റെ എഡിബിൾ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും വളരെ ഔഷധമൂല്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ തെങ്ങിനെ ഒരു കൽപ്പവൃക്ഷം എന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വരുന്ന വഴികളിലൊക്കെ ഈ സാധനം അന്വേഷിച്ചു എങ്ങുമില്ല. ആകെ ഇത് കിട്ടുന്നത് ഈ തോരണമല മുരുകൻ ക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ആവശ്യം പോലെ സാധനം സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ഇതിനു വേണ്ടി ഒരു തെങ്ങ് കൃഷി തന്നെ ചെയ്തെടുക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അതായത് തെങ്ങൊന്ന് പൂക്കുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മണ്ട എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് കായ്പിലെത്തുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള തെങ്ങുകളായിരിക്കും അവർ പക്ഷേ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും തെങ്കാശിക്കടുത്തുള്ള തോരണമലയിലോട്ട് വെച്ച് വിട്ടോ ഈ ഒരു സാധനം കൈയോടെ പിടികൂടി കഴിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഒരു തെങ്ങ് കുരുതി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു ഓപ്ഷൻ ഉള്ളൂ.